ഹലോ ഗായ്സ്, അപ്പോൾ ദാ സാസ് ഫാമിലിയിലേക്ക് സ്വാഗതം. നമ്മൾ മൂന്നാമത്തെ വീഡിയോ ആണ് ഇടാൻ പോണത്. അപ്പോൾ നമ്മൾ ഗുണാകേവ് എത്തുന്നതിന് മുന്നുള്ള വീഡിയോ വരെയാണ് നമ്മൾ പാർട്ട് 2 വരെ ഇട്ടത്. അപ്പോൾ ഇനി പാർട്ട് 3 ഇടാൻ പോണത് നമ്മൾ ഗുണാകേവത്തെ വിശേഷങ്ങളാണ് കേട്ടോ. അപ്പോൾ അതാ നമ്മൾ ഗുണാകേവിലെത്തി, വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് ടിക്കറ്റൊക്കെ എടുത്ത് നമ്മൾ അതിൻ്റെ ഉള്ളിൽ കയറി. ടിക്കറ്റിന് വലിയ റേറ്റും കാര്യങ്ങളൊന്നുമില്ല, വെറും 10 രൂപ മാത്രമേ ഉള്ളൂ. പക്ഷേ 10 രൂപയാണെന്നുണ്ടെങ്കിൽ കാണാൻ അടിപൊളിയാണ്. എന്ന് വെച്ചാൽ ഞാൻ ആദ്യം ഗുണാകേവ് വന്നിട്ടുണ്ട്, കൊടൈക്കനാൽ ഞാൻ വന്നിട്ടുണ്ടായിരുന്നു മാരേജിൻ്റെ മുന്നേ അമ്മൻ്റെ കൂടെ ജ്വല്ലറിന്ന്. അതേപോലെ ട്രിപ്പിന് ഞാൻ വന്നിട്ടുണ്ടായിരുന്നു. അതേപോലെ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞ ടൈമായിരുന്നു കേട്ടോ. പിന്നെ അതിന് ശേഷമാണല്ലോ നമ്മളെ സിനിമ ഇറങ്ങിയത്, അതായത് മഞ്ഞുമൽ ബോയ്സ് ഇറങ്ങിയത്. ആ സിനിമ കണ്ടതിന് ശേഷം എനിക്ക് കൊടൈക്കനാൽ കാണണം, ഗുണാകേവ് വരണം എന്ന് ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു കേട്ടോ. അപ്പോൾ പെട്ടെന്നുണ്ടായ ഒരു വരവാണ്. എന്താ വെച്ചാൽ ഒട്ടും പ്രതീക്ഷിക്കാതെ ഇങ്ങനെ ഏട്ടനോട് പറഞ്ഞു കൊടൈക്കനാൽ പോകുന്നുണ്ട്, നമുക്ക് പോകാമെന്ന് പറഞ്ഞപ്പോൾ ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല അങ്ങനെ ഒരു ടൂറിനെ പറ്റിയിട്ടും അങ്ങനെ കൊടൈക്കനാലിലെത്തും അങ്ങനെയൊന്നും ഞാൻ വിചാരിച്ചിട്ടില്ല. ഇപ്പോഴല്ല, ഒരു സമയത്ത് നമുക്ക് പോകാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൊടൈക്കനാൽ പോയിട്ട് അവിടെ ഒന്ന് കണ്ടതാണ്. എന്നാൽ കൂടി ആ ഒരു സിനിമ ഷൂട്ട് ചെയ്ത സ്ഥലമല്ലേ, അതായത് റിയൽ സംഭവമല്ലേ, അതൊക്കെ ആ സിനിമ കണ്ടതിന് ശേഷമാണ് ഞാൻ അറിഞ്ഞത്. നിങ്ങളൊക്കെ ആദ്യം അറിഞ്ഞോന്ന് നമുക്കറിയില്ല, കുറേ മുന്നുള്ളൊരു സംഭവമാണല്ലോ ഇത്. അപ്പോൾ എനിക്ക് ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു കൊടൈക്കനാൽ വരണം, കാണണം എന്നൊക്കെ ഉള്ളത്. അപ്പോൾ എന്തായാലും ഈ ഇറയിലൂടെ അതൊക്കെ സാധിച്ചു. നമ്മൾ കൊടൈക്കനാലെത്തി. കൊടൈക്കനാൽ അന്ന് കാണാൻ പറ്റാത്തതും ഇപ്പം ഈ വരവിൽ ഞങ്ങൾ അരിച്ച് പെരുക്കി എല്ലാ സ്ഥലങ്ങളും കണ്ടു. ഒരുപാട് ഇഷ്ടമായിട്ടോ. എന്താ വെച്ചാൽ ഈ ഒരു ട്രിപ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് കറങ്ങി. നമ്മളിപ്പോൾ ഒരു ടീമിൻ്റെ കൂടെ വരുമ്പോൾ നമുക്ക് ഒരു പക്ഷേ സ്ഥലങ്ങളൊന്നും കാണാൻ കഴിഞ്ഞെന്ന് വരില്ല. അതായത് അവർ ഒരു ടൈം പറയും, ആ ടൈമിനുള്ള നമ്മൾ കാണണം. പിന്നെ ഒരു വൺ ഡേ ടൂറൊക്കെ ആവും. ഇത് നമ്മളെ വണ്ടിയായിട്ട് പോകുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ളിടത്ത് വണ്ടി നിർത്താം, വേണമെങ്കിൽ ഫുഡ് കഴിക്കാം, വേണ്ടെങ്കിൽ ഫുഡ് കഴിക്കണ്ട, വേണ്ട സ്ഥലങ്ങളിൽ കാണാം, അങ്ങനെയൊക്കെ അല്ലേ. അപ്പോൾ ഈ ഒരു ട്രിപ്പിൽ നമ്മൾ ഒരുപാട് സ്ഥലങ്ങൾ കണ്ടു. അങ്ങനെ എന്താ പറയുക, നല്ല എൻജോയ് ചെയ്തു കേട്ടോ. അങ്ങനെ ഇതാ നമ്മൾ ഗുണാകേവ് എത്തിയതിന് ശേഷം അതിനുള്ളൊക്കെ കയറി. പിന്നെ ആ സിനിമയിലുണ്ടല്ലോ ലാസ്റ്റ് നമ്മൾ ഈ ഇതൊക്കെ ഇട്ടണേ, ഈ എന്താ പറയുക, ലാസ്റ്റ് അവർ ഒരു ഗേറ്റൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ, അവിടെയൊക്കെ കണ്ടു നമ്മൾ. അവരിറങ്ങി ചാടിയ ഭാഗങ്ങൾ അതൊക്കെ കണ്ടു. എന്തായാലും ഒരു ഗേറ്റിൻ്റെ ഉള്ളിൽ നിന്നാണെങ്കിൽ കൂടി അവിടെയൊക്കെ കണ്ടു നമ്മൾ. അവിടെയൊക്കെ ടാറ്റ പറഞ്ഞ് പോകണ്ട. പിന്നെ അവിടെ ഒരുപാട് കുരങ്ങന്മാരുണ്ട് കേട്ടോ. ആൾക്കാർ ഫുഡ് വാങ്ങണതൊക്കെ ഈ കുരങ്ങന്മാർ കഴിക്കുക, അതായത് അവരുടെ തട്ടിപ്പറിച്ച് വാങ്ങിയിട്ട് അവർ കഴിക്കുക, അങ്ങനെയൊക്കെയാണ്. നമ്മൾ ഇപ്പോൾ ഒരു കുട്ടി ഇങ്ങനെ ലേസ് പിടിച്ചുകൊണ്ടിരിക്കേണ്ട, ആ കുട്ടിയുടെ കയ്യിൽ നിന്ന് ആ ലേസ് കിട്ടുമോളാ കുരങ്ങി ആ കുട്ടിയുടെ വൈത്താല വണ്ടി. അവിടെ അങ്ങനെ ഫുഡ് അലൗഡ് അല്ല തോന്നുന്നുണ്ട് കേട്ടോ. അലൗഡ് ആണെങ്കിൽ കൂടി അവിടെ കുരങ്ങന്മാർ വന്ന് കഴിക്കുന്നുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞ് നമ്മൾ ഇറങ്ങിയപ്പോൾ ഞങ്ങൾ ഭക്ഷണം കഴിച്ചിട്ടില്ല. ഏകദേശം ഒരു 3 മണി ടൈം ആയിട്ടുണ്ട് കേട്ടോ നമ്മൾ ഗുണാകേവിൽ നിന്ന് ഇറങ്ങിയപ്പോൾ. അങ്ങനെ എന്ത് ചെയ്തു, ഞങ്ങളവിടുന്ന് ഓംപ്ലേറ്റും ബ്രെഡും കഴിച്ചിട്ടോ. അത്യാവശ്യം വണ്ടി തള്ളണമൊന്നുമില്ലുള്ളത് തന്നെയാണ് ഇതൊക്കെ. ഇന്ന് അത്യാവശ്യം ആൾക്കാരുണ്ട് കേട്ടോ ഗുണാകേവിൽ. നമ്മൾ ഉദ്ദേശിച്ചമായിരുന്നില്ല, അത്യാവശ്യം ആളുണ്ട്. കണ്ട ആ തലയ്ക്ക് വരെ ഇഷ്ടം പോലെ ആൾക്കാർ. പിന്നെ പോരാത്തിന് കണ്ട താഴത്ത് ബസ് ഇഷ്ടം പോലെ ആൾക്കാർ മുഴുവൻ വന്നിട്ടുണ്ട്. കാരണം അങ്ങോട്ട് അതിൻ്റെ അടുക്കാൻ വയ്യ, അത്രയും ആളുണ്ട്. ഞങ്ങളെ പരിപാടി കഴിഞ്ഞാൽ അപ്പം ഞങ്ങൾ കഴിഞ്ഞ് പോവാട്ടോ. അപ്പോൾ എല്ലാവരും വണ്ടി കയറി ഞങ്ങൾ പോവാം. പുളിങ്ങിയത് ലോകം മുഴുവനുള്ള സാധനം വാങ്ങി കൊടുത്തു, എന്നിട്ടും അവന് പറ്റിയില്ല. പിന്നെ അങ്ങനെ ഇതാ ഞങ്ങൾ അവിടെ നിന്ന് ഇതേപോലെ കമ്പം, ചോളം പുഴുങ്ങിയതും പിന്നെ അതേപോലെ കണലിലിട്ടിട്ട് വേവിച്ചതും അതൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിച്ചിട്ടാണ് നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ കയറ്റിയതിട്ടോ. അവർ പറഞ്ഞു അത് കഴിക്കാതെ ഇതിൻ്റെ ഉള്ളിൽ കയറാൻ പറ്റില്ല പറഞ്ഞു. അങ്ങനെ അതേപോലെ മോൻ്റെത് കഴിച്ച് കഴിഞ്ഞിട്ടില്ലായിരുന്നു. പിന്നെ അവർ പറഞ്ഞു കുട്ടിയല്ലേ,
കുഴപ്പമില്ല കൊണ്ടുപോയിക്കോളൂ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്നൊക്കെ ഇറങ്ങി കേട്ടോ. അവിടെ കയറി ഫോട്ടോ ഒക്കെ എടുത്ത് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ നമ്മളിനി റിസോർട്ട് തിരഞ്ഞ് നടക്കണം. അത് നമുക്ക് സ്റ്റേ ചെയ്യണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ റിസോർട്ട് തിരഞ്ഞെടുക്കുകയാണ്. നമ്മൾ ആദ്യം ഒന്ന് പോയപ്പോൾ അവിടെ അതേപോലെ അവിടുത്തെ ആൾക്കാർ ശരിയില്ല, അതായത് ഒരു സുഖമല്ല നമുക്ക് കണ്ടപ്പോൾ. നമ്മൾ ഫാമിലി ആയിട്ട് നിൽക്കാൻ പോവല്ലേ. അപ്പോൾ അവിടെ അടിപൊളി റൂമായിരുന്നു കേട്ടോ, നല്ല വ്യൂ പോയിൻ്റാണ്, പക്ഷെ പറ്റിയില്ല. പിന്നെ അതേപോലെ നമ്മൾ ആ ഒരു പശുവിനൊക്കെ കണ്ടില്ല നിങ്ങൾ മുന്നേ, അപ്പോൾ നമ്മളെ കാറിൻ്റെ മുന്നേ പശുക്കളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരോട് നമ്മൾ ചോദിച്ചു എന്താണ് നമുക്ക് ഒരു റൂം കിട്ടാൻ എവിടെന്നെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഇവിടെ ഈ സ്ഥലം പറഞ്ഞത്. അവർ നടന്നിട്ടല്ലേ വരുന്നത്, നമ്മൾ കാറിലല്ലേ വരുന്നത്. അങ്ങനെ ഈ ഒരു സ്ഥലം പറഞ്ഞു കേട്ടോ. അപ്പോൾ നമ്മൾ പിന്നെ അതിന് മുന്നേ വേറെ സ്ഥലത്ത് പോയപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ടില്ല, നമ്മൾ തിരിച്ചു വരികയാണ്. അത് വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് തിരിച്ചു വരികയാണ്. അപ്പോഴാണ് ഈ ഏട്ടൻ ഞങ്ങളെ തിരഞ്ഞ് ഇങ്ങോട്ട് വന്നത്. ആ ഏട്ടൻ പറഞ്ഞു നല്ല റൂമുണ്ട് നിങ്ങൾ വരൂ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ മുന്നിൽ പോണ ചേച്ചി അതാ. അപ്പോൾ ആ ചേച്ചീൻ്റെ റിസോർട്ടാണ് തോന്നുന്നുണ്ട്. റിസോർട്ടൊന്നും നമുക്ക് പറയാൻ പറ്റില്ല കേട്ടോ. പക്ഷേ ആൾക്കാരവിടെ വന്നിട്ട് ഫോട്ടോ വീഡിയോസൊക്കെ എടുക്കുന്ന അടിപൊളി ഏരിയ ഉണ്ട്. അതിൻ്റെ ഉള്ളിൽ നമുക്ക് കയറണമെന്നുണ്ടെങ്കിൽ 200 രൂപ വേണം. നമ്മൾ റൂം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ തിരിച്ച് പോകുമ്പോൾ 200 രൂപ നമുക്ക് റിട്ടേൺ തരും. അതല്ല നമ്മൾ റൂം എടുക്കാതെ അങ്ങോട്ട് കയറുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ 200 രൂപ നമ്മളെ കയ്യിൽ നിന്ന് പോകും. അങ്ങനെ കേട്ടോ. അങ്ങനെ പിന്നെ നമ്മൾ 200 രൂപ കൊടുത്ത് എന്തായാലും കയറി. ആ ഏട്ടന് ഭയങ്കര നിർബന്ധം, വരും നല്ല റൂമാണ് അങ്ങനെയാണ് ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞ് നമ്മളെ കൊണ്ടുപോയതാണ്. കുഴപ്പമൊന്നുമില്ല, നമ്മൾ കുറ്റം പറയല്ല. പക്ഷെ നല്ല വ്യൂ പോയിൻ്റാണ്. പക്ഷെ നമ്മൾ ഫാമിലി ആയിട്ട് നിൽക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളൊരു ഏരിയയാണ്. നമുക്ക് ബാത്റൂമും നമ്മൾ റൂമിലില്ല. എന്തായാലും റൂം എന്തായാലും നിങ്ങൾക്ക് കാണാം, നമ്മൾ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ദാ ആ ചേച്ചിയുടെ കയ്യിൽ നിന്ന് അവർ താക്കോലൊക്കെ വാങ്ങിയിട്ട് നമുക്ക് റൂം കാണിച്ച് തരാൻ വേണ്ടി ആ ഏട്ടൻ ഫ്രണ്ടിൽ വരും കേട്ടോ. എന്തായാലും ഇവരൊക്കെ നമ്മളൊരു കമ്മീഷൻ, അതായത് നമുക്ക് നമ്മളെ കയ്യിൽ നിന്ന് എന്തെങ്കിലും പ്രതീക്ഷിച്ചിട്ടാവുമല്ലോ നമുക്ക് ഈ റൂം കാണിച്ച് തരാനും ഈ കുന്നും മലയും കയറി ഇറങ്ങാനും അവർ നമ്മളെ കൂടെ വരുന്നത്. അപ്പോൾ എന്താ പറയുക, നമ്മൾ കുറേ പറഞ്ഞിട്ടോ നല്ല റൂമാണോ എന്നൊക്കെ ചോദിച്ചിട്ട് നമ്മൾ പോകുന്ന കുട്ടീനൊക്കെ എടുത്തിട്ട് വരണ്ടേ. അങ്ങനെ ഇതേപോലെ റൂം കണ്ടപ്പോൾ എന്താ പറയുക, ആകെ ഒരു ഇതായിപ്പോയി. എന്ന് വെച്ചാൽ റൂം കണ്ടില്ലേ, എത്രയോ ആൾക്കാർക്ക് കിടക്കാൻ പറ്റിയ റൂമാണിത്. അതായത് ആൺകുട്ടികളൊക്കെ ഗ്യാങ്ങായിട്ട് ഫ്രണ്ട്സുകളൊക്കെ ഇങ്ങനെ കറങ്ങാൻ വരുമ്പോൾ നിൽക്കുന്ന റൂമില്ലേ, അതേപോലത്തെ റൂമാണ് കേട്ടോ. അങ്ങനെ ഇപ്പോൾ നമുക്കിപ്പോൾ ഫാമിലി ആയിട്ട് ഇപ്പോൾ ആ ഒരു വലിയ റൂമിൽ കിടക്കാനും പറ്റില്ല. പിന്നെ ഒരു പേടിയല്ലേ, പേടിക്കാനൊന്നുമില്ല. എന്നാലും എന്താ പറയുക, ഇപ്പോൾ നമ്മൾ ഫാമിലി ആയിട്ട് ഇപ്പോൾ എല്ലാവരും അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല കേട്ടോ. ഇതിപ്പോൾ നമ്മൾ ഒരു ഭാര്യയും ഭർത്താവും അങ്ങനത്തെ ഫാമിലിയല്ലേ. അപ്പോൾ നമുക്ക് ഒരു കംഫർട്ടായി തോന്നിയില്ല. ആ ഒരു വീടിൻ്റെ ഉള്ളിൽ 4 റൂമാണ് കേട്ടുള്ളത്. നമ്മൾ ഇതേപോലെ ഈ ഷോർട്സ് വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ട് ആൾക്കാർ ഇതേപോലെ ഇങ്ങനെ വീഡിയോ എടുത്തിട്ട് അടിപൊളി വ്യൂ ആണ്. വ്യൂവിനൊരു കുഴപ്പമില്ല. രാവിലെയൊക്കെ നീച്ചിട്ടുണ്ട് നല്ല മൂടിയ വ്യൂ ഒക്കെ ആവും. നമുക്ക് താല്പര്യം ഉണ്ട് അവിടെ നിൽക്കാൻ. ഒരു പക്ഷേ നമുക്ക് പേടിയും. പുറത്താണ് ബാത്റൂം വരുന്നത്, അവിടുത്തെ ബാത്റൂം വരുന്നത് പുറത്താണ്. അപ്പോൾ ഇത് നമ്മൾ പറഞ്ഞു ഇനി പറ്റൂല എന്ന് പറഞ്ഞിട്ട് നമ്മൾ തിരിച്ച് പോരുകയാണ് കേട്ടോ. അങ്ങനെ അവിടെ പശുവും നല്ലൊരു എന്താ പറയുക, നമുക്ക് ഈ വീഡിയോ കാണുന്നക്കായും അവിടെ പോയി കണ്ടാലേ അവിടുത്തെ ഒരു ഇത് അറിയാൻ പറ്റും. എന്താ വെച്ചാൽ നമ്മൾ കൊടൈക്കനാൽ വന്നിട്ട് ഏറ്റവും മറക്കാൻ പറ്റാത്തൊരു അനുഭവമായിട്ടാണ് നമ്മളിത് ഒരു എന്താ പറയുക ഒരു മെമ്മറി. അവിടെ പോയിട്ട് നമ്മൾ ആ കുന്നും മലയും കയറി ഇറങ്ങി ഒരുപാട് പോകാനുണ്ട് കേട്ടോ. എന്നിട്ട് പിന്നെ നമ്മൾ എന്ത് ചെയ്തു, അവിടെ നിന്നൊക്കെ പോകുന്നതിന് ശേഷം നമ്മളൊരു നല്ലൊരു അടിപൊളി റൂം എടുത്ത് നിന്നിട്ടോ. അപ്പോൾ ഞങ്ങൾ വന്ന് റൂമിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ 2-3 റൂം നടന്ന് അന്വേഷിച്ചിട്ട് ലാസ്റ്റ് കിട്ടിയില്ല. അപ്പോൾ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടൊരു റൂം ഞങ്ങൾക്ക് കിട്ടാറല്ല. അടിപൊളി റൂം ഇതുണ്ട, പൈൻമരങ്ങളുള്ള ഇതുകൊണ്ട് അതിൻ്റെ ശകരം കൊണ്ട് ഉണ്ടാക്കിയ കഷ്ണങ്ങളൊക്കെ ഉണ്ടാക്കിയ റൂം, വലിയ റൂം. പിന്നെ ഇപ്പോൾ ഞങ്ങൾക്കുള്ള റൂമിൻ്റെ ഒരു പ്രത്യേകത പറഞ്ഞാൽ മോന് അടിയിൽ ഇരിക്കുക, ഞങ്ങൾക്ക് മേലെയും കിടക്കുക, അല്ലെങ്കിൽ അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് മാറി കിടക്കുക. അല്ലെങ്കിൽ 2 ഫാമിലി എന്നാൽ താഴെയും മേലെയും കിടക്കാൻ പറ്റിയ ഒരു ബെർത്ത് സംവിധാനം കേട്ടോ. സംഭവം പൊളിയാട്ടോ റൂം, നമ്മൾ ഇഷ്ടപ്പെട്ടില്ല. ഏറ്റവും വൈബായി നമ്മൾ പൈൻമരം കൊണ്ടുള്ളൊരു റൂം. പിന്നെ അടി ഫ്ലോറൊക്കെ നല്ല സെറ്റപ്പ് ഫ്ലോറിൻ്റെ വേണ്ട, ഫുള്ള് പൈൻമരങ്ങൾ, നല്ല സെറ്റപ്പായി, ഇഷ്ടപ്പെട്ടു റൂം. അപ്പോൾ ഇതാ പുറത്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ നല്ല പ്രത്യേക ക്ലൈമറ്റ് ആട്ടോ ഇവിടെ. ആ ചങ്ങായി ഞങ്ങൾക്ക് കെറ്റിലൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് ചായ ഉണ്ടാക്കി കുടിക്കാൻ, ചൂടുവെള്ളത്തിനൊക്കെ. ബാത്റൂമൊക്കെ തണ്ട നോക്കിയിട്ട് നല്ല കിഡെല്ലാം ബാത്റൂം ആട്ടതണ്ട, നല്ല വുഡൻ പോളിഷ്ഡ് ബാത്റൂം, നല്ല ഹീറ്റർ ഉണ്ട്. പിന്നെ നല്ല പൈൻമരത്തിൻ്റെ സൈഡ് നല്ല സെറ്റപ്പ് ബാത്റൂം. ഇത്ര വൃത്തിയുള്ളൊരു ബാത്റൂമും ഹോട്ടൽ റൂമിൽ ഞാൻ കണ്ടിട്ടില്ല. ഇത്രയും വൃത്തി തന്നെ കിട്ടും, ഒന്നും പറയാനില്ല.
എന്താ വാട്സപ്പ്